ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നടുക്കം മാറാതെ രാജ്യം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം തേടി രാജ്യം. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനായത് അന്വേഷണത്തിൽ നിർണായകമായി. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും പൈലറ്റുമാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. രാജ്യത്ത് സർവീസ് നടത്തുന്ന എല്ലാ ബോയിംഗ് 787 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളിലും സുരക്ഷാ പരിശോധന കർശനമാക്കി. DGCയാണ് വിമാന കമ്പനികൾക്ക് ഈ നിർദ്ദേശം നൽകിയത്. ബോയിങ് 787 8, 9 സീരീസുകളിൽപ്പെട്ട വിമാനങ്ങൾക്കാണ് വ്യോമയാന റെഗുലേറ്ററായ DGCA സുരക്ഷാ പരിശോധന നിർബന്ധമാക്കിയത്. മറ്റന്നാൾ മുതൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പരിശോധന നടത്തി സർവീസ് നടത്താനാകും. പരിശോധനയുടെ സമഗ്ര റിപ്പോർട്ടും DGCAക്ക് നൽകണം. പക്ഷി ഇടിച്ചിട്ടില്ലെന്നും പൈലറ്റുമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ടേക്ക് ഓഫ് നടത്തിയ ഉടൻ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും തകരാറിലായി. അപൂർവമായിട്ടേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. ഈ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ പരിശോധന കർശനമാക്കിയത്. അതേസമയം എഞ്ചിൻ തകരാറുണ്ടായത് എങ്ങനെയെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് വിശദ പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിലെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവ പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിദഗ്ധ സംഘമാണ് അപകട കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. UK-യിലെയും US-ലെയും വിദഗ്ധ സംഘവും അന്വേഷണത്തിനൊപ്പം ചേരും. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഉള്ളുലഞ്ഞ് രാജ്യം. ദുരന്തത്തിൽ 290 പേരാണ് മരിച്ചത്. അപകട സ്ഥലത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. തകർന്ന ഹോസ്റ്റലിൽ നിന്ന് കാണാതായ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അപകട സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അഹമ്മദാബാദ്. സ്ഫോടന ശബ്ദവും ഫയർ എഞ്ചിനുകളുടെയും ആംബുലൻസുകളുടെയും ശബ്ദവും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുവെന്ന് നാട്ടുകാർ. ദുരന്തഭൂമിയിലെ തിരച്ചിൽ തുടരുകയാണ്. കണ്ടെത്തിയതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി തുടങ്ങി. മരിച്ചവരുടെയും കാണാതായവരുടെയും ബന്ധുക്കൾ സിവിൽ ആശുപത്രിയിൽ കണ്ണീരോടെ കാത്തുനിൽക്കുകയാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തും. DNA സാമ്പിൾ നൽകുന്നതിന് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിച്ചു. വിമാനം ഇടിച്ചിറങ്ങി തകർന്ന ഹോസ്റ്റലിൽ കാണാതായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വിദ്യാർത്ഥികളും ഹോസ്റ്റൽ ജീവനക്കാരും ഉൾപ്പെടെ 45 പേർ ചികിത്സയിലുണ്ട്. സ്റ്റുഡൻസിൽ തന്നെ പലരും മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റണില്ല. ഇനിയിപ്പോൾ അവരുടെ ഫോൺ മിസ്സിംഗ് ആണോ ഇതിൽ മിസ്സിംഗ് ആണോ എന്നറിയില്ല. അതുപോലെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് ഇനി അതിലുണ്ടോ എന്ന്. PG ചെയ്യണ ആൾക്കാരിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് PESR വരെ ആണെങ്കിൽ ഒരു 60 പേര് പഠിക്കുന്നുണ്ട്. നിരവധി പ്രദേശവാസികളെയും കാണാതായെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരുന്നു. അപകട സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി കണ്ടു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ സംഘങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തുകയും ഇവിടെ നിന്ന് വിവരശേഖരണം നടത്തുകയും ചെയ്തു. ദുരന്ത ഭൂമിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.
അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുമെന്ന് എയർ ഇന്ത്യ സിഇഒ അറിയിച്ചു. ദുരന്ത മേഖലയിൽ കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമാണെന്നും എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ പറഞ്ഞു. We are also deeply concerned for the well-being of the students of the medical hostel involved in the accident. Air India is committed to providing full and unstinting assistance in these difficult times. This morning, I visited the crash site and was deeply moved by the scenes. I also met key stakeholders in the government and assured them that Air India is committed to full cooperation with those working on the ground and to the investigations. We know that the investigations will take time, but we will be fully transparent and will support the process for as long as it takes. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആ വ്യക്തതയ്ക്ക് വേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ പകലിൽ അന്വേഷണ ഏജൻസികൾക്ക് ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെടുത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ ഇനിയും അതിൽ സാങ്കേതിക പരിശോധനകൾക്ക് ശേഷം കഴിയുമായിരിക്കും. എന്തൊക്കെ നടപടികളാണ് ഈ സമയം വരെ കേന്ദ്ര സർക്കാർ, വ്യോമയാന മന്ത്രാലയവും വിമാന കമ്പനിയും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്? വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ അപകട സ്ഥലത്ത് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ ടീമും ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ വിദഗ്ധ സംഘവും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു സംഘവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 40 പേരടങ്ങുന്ന സംഘം അവിടെ വിശദമായിട്ട് തന്നെ പരിശോധന നടത്തി. ഇന്ന് 2 ബ്ലാക്ക് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട്. അതിലാണ് നിർണായക വിവരങ്ങളുള്ളത്. അതിലൊന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുണ്ട്, ഒന്ന് കോക്പിറ്റിന്റെ വോയിസ് റെക്കോർഡറുമുണ്ട്. ഇതിനകത്ത് നിർണായക വിവരങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകട കാരണം എന്ന് കണ്ടെത്താൻ സഹായിക്കുക. അതിനി ശാസ്ത്രീയമായി പരിശോധിക്കണം. അതിന് FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഈ ബ്ലാക്ക് ബോക്സുകൾ അയക്കും. അവിടെയാണ് ഇതിന്റെ ശാസ്ത്രീയ പരിശോധന നടക്കുക. ഏതാണ്ട് 80-ലധികം നിർണായക വിവരങ്ങൾ അതിലുണ്ടാകുമെന്ന്, അതായത് എഞ്ചിന്റെ പ്രവർത്തനമടക്കം ഈ കോക്പിറ്റിൽ ഇവർ നടത്തിയ അവസാനത്തെ ഈ ഡിസ്ട്രസ് കോൾ അടക്കമുള്ള അവസാനത്തെ കമ്മ്യൂണിക്കേഷൻസ്, അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഫെയിലിയർ, എഞ്ചിൻ ഫെയിലിയർ, അങ്ങനെ ഏതെങ്കിലും എല്ലാ പ്രശ്നങ്ങളും അടങ്ങുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ റെക്കോർഡേഴ്സിൽ ഉണ്ടാകും. അത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഒരു പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം ഇവിടുത്തെ വിദഗ്ധ സംഘം, അവിടെ നേരിട്ടെത്തിയ വിദഗ്ധ സംഘം നടത്തിയിരുന്നു. അതിൽ ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ATC സെന്ററിൽ നിന്ന് കിട്ടിയ വിവരങ്ങളടക്കം പരിശോധിച്ച ശേഷം അത് അവലോകനം ചെയ്ത ശേഷമാണ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്ന ഒരു കാര്യം, ഈ ബേർഡ് ഹിറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവർ നിലവിൽ തള്ളിക്കളയുകയാണ്. അതിന് പറയുന്ന 1-2 കാരണങ്ങൾ ഇങ്ങനെയാണ്. ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇത് മുമ്പ് അവിടെ ഈ ബേർഡ് ഹിറ്റിന് അല്ലെങ്കിൽ പക്ഷി സാന്നിധ്യം കൂടിയ ഒരു വിമാനത്താവളമായിരുന്നു. പക്ഷേ അദാനി ഗ്രൂപ്പ് ഈ വിമാനത്താവളം ഏറ്റെടുത്തതിന് ശേഷം ഈ പക്ഷി സാന്നിധ്യം കുറയ്ക്കാനായി ചില മെഷർമെന്റ്, ചില നടപടികളൊക്കെ എടുത്തിരുന്നു. അതിനുശേഷം അത് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു. മാത്രമല്ല രാവിലെ ഈ പുലർച്ചെ മുതൽ ഏതാണ്ട് ഒരു ഉച്ചവരെ, ഒരു 12 മണി വരെ സമയത്താണ് ഈ പക്ഷി സാന്നിധ്യം കൂടുതലായിട്ടുള്ളത്. അതിനുശേഷം ഈ താപനില കൂടുന്ന ഈ സമയത്ത് അതിനുശേഷം പക്ഷികളുടെ സാന്നിധ്യം കുറവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബേർഡ് ഹിറ്റ് എന്നുള്ളൊരു സാധ്യത അവർ തള്ളിക്കളയുന്നത്. രണ്ടാമത്തേത്, അവർ ഈ പിഴവ്, അതായത് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തിയിരുന്നു. പക്ഷേ ഈ സമയത്ത് അതും തള്ളിക്കളയുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ. പക്ഷേ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല. എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇത് 2 എഞ്ചിനും ഒരുമിച്ച് ഫെയിലിയറായി എന്നാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ അത് അപൂർവമായിട്ട് മാത്രമേ അത്തരത്തിൽ ഒരു വിമാനത്തിന്റെ 2 എഞ്ചിനും ഒരേ സമയത്ത് അത് തകരാറിലായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ എഞ്ചിൻ തകരാർ ഉണ്ടായത്, മാത്രമല്ല ഈ എഞ്ചിൻ തകരാർ ഉണ്ടായ സമയത്ത് എന്തൊക്കെ പെട്ടെന്നുണ്ടായ ഒരു പാനിക് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഈ പൈലറ്റുമാർ എന്താണ് അതിനകത്ത് ഈ വളരെ കുറച്ച് സമയത്ത് ചെയ്തത്, അവർ സംസാരിച്ചതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. അവസാനമായി പറഞ്ഞത് മേഡേ കോൾ, നോ ത്രസ്റ്റ്, നോ ലിഫ്റ്റ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് അതിന്റെ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അതിലൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രാഥമികമായി ഏതെങ്കിലും ഒരു ബേർഡ് ഹിറ്റ്, ഒരു പക്ഷി ഇടിച്ചതല്ല എന്ന് നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പൈലറ്റിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു ആ വിമാനത്തിന് എന്നാണ് ഇനി അറിയേണ്ടത്. എഞ്ചിൻ തകരാറിലായി എന്നതാണ്
വിലയിരുത്തൽ. അതെങ്ങനെ എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. അതിൻ്റെയൊക്കെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ എടുത്തേക്കാം. അതിലേക്ക് നയിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ അപകട സ്ഥലത്ത് നിന്ന് ഇന്ന് അന്വേഷണ സംഘങ്ങൾക്ക് ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നേരിയ ഒരു ആശ്വാസം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അഹമ്മദാബാദ് വിമാന ദുരന്തം നേരിട്ട് വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജും സിവിൽ ആശുപത്രിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർന്നു. രാവിലെ അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പോയത് അപകട സ്ഥലത്തേക്ക്. എയർ ഇന്ത്യ CEO, വ്യോമയാന മന്ത്രി, ഗുജറാത്ത് മുഖ്യമന്ത്രി, വിദഗ്ധ സംഘം എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം. ആകാശ ദുരന്തത്തിൽ ബാക്കിയായത് മോദി നടന്നു കണ്ടു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചു. വാർത്ത കേട്ട് രാജ്യം തകർന്നുപോയെന്നായിരുന്നു ദുരന്തസ്ഥലം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു. അവർ അവശേഷിച്ചു പോയ ശൂന്യത വർഷങ്ങളോളം പിന്തുടരുമെന്നും മോദി പ്രതികരിച്ചു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, തുടർ നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർന്നു. അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിഗമനങ്ങൾ സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. 24 ഡൽഹി. കണ്ണീര് തോരാതെ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട് ആശ്വസിപ്പിക്കാനെത്തിയ മന്ത്രി വീണ ജോർജും ജനപ്രതിനിധികളും രഞ്ജിതയുടെ മക്കളെ ചേർത്തു നിർത്തി. കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട് സാക്ഷ്യം വഹിക്കുന്നത്. അമ്മ നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യം കുട്ടികൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. ആശ്വസിപ്പിക്കാൻ എത്തുന്നവരോടൊക്കെ മക്കൾക്ക് ചോദിക്കാനുള്ളത് അമ്മ തിരികെ വരുമോ എന്നാണ്. മന്ത്രി വീണ ജോർജ് വീട് സന്ദർശിച്ചപ്പോഴും കുട്ടികൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. പിന്നാലെ അടക്കിപ്പിടിച്ച കണ്ണീർ അണപൊട്ടിയൊഴുകി. ആശ്വാസവാക്കുകൾ പോലും പറയാനാകാതെ മന്ത്രിയും കുട്ടികൾക്ക് മുന്നിൽ വിതുമ്പി. സർക്കാർ കുടുംബത്തിന്റെ കൂടെയുണ്ടാകുമെന്നും നിയമപരമായ കാര്യങ്ങൾ ചെയ്തു നൽകുമെന്നും മന്ത്രി വീണ ജോർജ്. വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. രഞ്ജിത അവസാനമായി മെസ്സേജ് അയച്ച സുഹൃത്ത് ധന്യ അപകട വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല. ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിക്കുന്നു, കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു, ഞാൻ ഇറങ്ങുവാടി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടു. ആണോടി നീ ഇറങ്ങുവാണോ, ഹാപ്പി ജേർണി എന്ന് ഞാൻ പറയുന്നു. പിറ്റേ ദിവസം നീ ഇടയ്ക്ക് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഫ്ലൈറ്റാണ് ക്രാഷായിരിക്കുന്നത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മതസമുദായ നേതാക്കളും രഞ്ജിതയുടെ വീട്ടിലെത്തി. രഞ്ജിതയുടെ പുല്ലാട്ടെ വീട് സന്ദർശിച്ച ഓരോരുത്തരും മനസ്സു വേദനിച്ചാണ് യാത്രയായത്. കനത്ത മഴയ്ക്കിടയിലും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പുല്ലാട്ടെ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. 24 പത്തനംതിട്ട. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതാജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകി.
ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ എ പവിത്രനെ താലൂക്ക് ഓഫീസിലെത്തിയാണ് വെള്ളരിക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഹോസ്ദുർഗ് പോലീസിന് പ്രതിയെ കൈമാറി. NSS കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തു. ഒരു ഫേസ്ബുക്കിലൂടെ കണ്ടപ്പോൾ രാവിലെ മുതൽ തന്നെ ആൾക്കാരുടെ വലിയൊരു നിര ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഷേധം ഇല്ലയെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫേസ്ബുക്കിലൂടെ അവരെനിക്ക് അയച്ചു തന്ന് ഞാൻ നോക്കി കണ്ടു. മനസ്സിലായപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി എഴുതി കൊടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചു, ജാതി അധിക്ഷേപത്തിലൂടെ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചാണ് പവിത്രനെന്ന് ജോലിക്കെത്തിയതെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലേക്കും എ പവിത്രന്റെ കാഞ്ഞങ്ങാട്ടെ വീട്ടിലേക്കും BJP മാർച്ച് നടത്തി. പവിത്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകളും പ്രതിഷേധിച്ചു. 24 കാസർഗോഡ്. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. BJ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മതിയായ പരിശോധനകൾ നടത്താത്തതിനാലാണ് അപകടമുണ്ടായതെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ 24-നോട് പ്രതികരിച്ചു. अगर टेक्निकल इश्यू भी हुआ तो 60 सेकंड के अंदर इंजन कैसे सीज हो जाएगा या जो भी है. 2 इंजन होते हैं, एक इंजन के बाद दूसरा इंजन भी खत्म होने के बाद 1 मिनट में फ्लाइट नीचे आ गया. तो अगर इंजन में प्रॉब्लम था तो एयरक्राफ्ट मेंटेनेंस इंजीनियर जो चेक करते हैं फ्लाइट टेक ऑफ के पहले, तो उन्होंने कैसे चेक किया था कि उनको थोड़ा तो मालूम होना चाहिए कि ये फ्लाइट उड़ने के काबिल नहीं है, कुछ इंजन में प्रॉब्लम है. और वैसे भी एयर इंडिया के जो भी न्यूज़ में देखा कि पास्ट में भी 2-3 अभी ऐसे बनाव बन चुके हैं. तो एयर इंडिया इसके लिए किसको जिम्मेदार, उनके इंजीनियरिंग को या खुद को मानता है? അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിഷ്ണു, എന്താണിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഈ DNA പരിശോധനകൾ നടത്തുന്നു, തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഏതാണ്ട് ഒരു 100-ലധികം പേരെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണെന്ന് പറയുന്നു, ചിലരെ കാണാനില്ല എന്ന് പറയുന്നു. എന്താണ് ആശുപത്രിയിലെ സാഹചര്യം? വിഷ്ണുവിടെ എത്തിയപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വിജയകുമാർ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം കർശനമായ നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ DNA പരിശോധന അടക്കം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നിർദ്ദേശമാണ്. അതിന്റെ ഭാഗമായി DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമായി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് ഈ പരിക്കേറ്റ ആളുകളുടെ കാര്യമാണ്. 49 പേരുടെ പേരുകൾ മാത്രമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന അനൌദ്യോഗിക കണക്കുണ്ട്. ഈ സ്ഥിരമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ കണക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അത് 2 ദിവസത്തിനകം അത്തരത്തിലൊരു കണക്ക് കൂടി പുറത്തു വരും. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളിലടക്കം ചിലരുടെ നില ഗുരുതരമാണ്. അങ്ങനെയെങ്കിൽ മരണനിരക്ക് അടക്കം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഈ ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. നിലവിൽ എല്ലാവർക്കും വേണ്ട അടിയന്തര സഹായങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ഡെസ്ക്, ഹെൽപ്പ് ഡെസ്ക് അടക്കം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി തന്നെ വൈകിട്ടോടുകൂടി ആശുപത്രിയിലെത്തി ആ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്ന നടപടി ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വ്യക്തത വരും. നാളെയാണ് പത്തനംതിട്ട സ്വദേശിയായ രജിതയുടെ സഹോദരൻ ആശുപത്രിയിലേക്ക് എത്തുക. DNA പരിശോധനയുടെ ഭാഗമായി അദ്ദേഹം എത്തും. ഒരുപക്ഷെ നാളെ തന്നെ രജിതയുടെ മൃതദേഹം വിട്ടു നൽകാനാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വിജയകുമാർ. യെസ്, അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നാണ് വിഷ്ണു ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശുപത്രിയിൽ ഉള്ള ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളിൽ അധികവും നാട്ടുകാരും ഈ ഹോസ്റ്റലിലെ താമസിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ്. അതിൽ എത്ര പേരെ ഇനി കാണാനുണ്ട് എന്നതിൽ പോലും കൃത്യമായ വിവരമില്ല എന്ന് രാവിലെയും ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. നമ്മൾ കരുതിയതിനേക്കാൾ വലിയ ആഘാതം ആ ഹോസ്റ്റലിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. 50ഓളം കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇസ്രായേൽ-ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നു. ടെഹ്റാനിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് പുലർച്ചെ ഇറാൻ തലസ്ഥാനം ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഉന്നത സൈനിക
സൈനിക ഉദ്യോഗസ്ഥരും ആണവശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. മെറിൻ, രാത്രി വൈകി വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണോ? ടെഹ്റാനിൽ നിന്ന് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒന്നിലധികം മേഖലകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിസൈൽ ആക്രമണമെന്ന് നാട്ടുകാർ പറയുന്നു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ കാണുന്നു. എന്താണ് ടെഹ്റാനിലെ ഇപ്പോഴത്തെ സാഹചര്യം? വിജയകുമാർ, പശ്ചിമേഷ്യ കൂടുതൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും. പ്രധാനമായും ഇറാനിലെ 13 കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ടെഹ്റാനിലാണ് സ്ഫോടന ശബ്ദം കേട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം ഉണ്ടായതെന്നും കനത്ത തോതിലുള്ള പുക ഉയർന്നെന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നുമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇറാന്റെ 13 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആണവ ചർച്ചകൾ, അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ ഒരു ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ലോകം പ്രധാനമായും ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു ആശങ്കയിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം തന്നെ പങ്കുവയ്ക്കുന്നത്. ഇതിൽ ലോകരാജ്യങ്ങൾ തന്നെ അപലപിച്ചിട്ടുണ്ട്. ഇതിൽ ഇറാൻ പറയുന്നത് അടിയന്തരമായി UN രക്ഷാസമിതി വിളിച്ചു ചേർക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സൗദിയും ഖത്തറും അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും UAE അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഒരു വിവരം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്, ഈ ഫോർഡോ ന്യൂക്ലിയർ സൈറ്റാണ് പുതിയ ആക്രമണ ലക്ഷ്യമെന്ന് പറയുന്നു. ഖോം സിറ്റിയിലെ ഫോർഡോ ന്യൂക്ലിയർ സൈറ്റാണ് ഈ സമയത്തെ ആക്രമണ ലക്ഷ്യമായി ഇസ്രായേൽ കാണുന്നത് എന്ന വിവരം വരുന്നുണ്ട്. അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ന്യൂക്ലിയർ കേന്ദ്രത്തിലേക്കാണ് ആക്രമണം ഇപ്പോഴുണ്ടായതെന്ന വിവരം വരുന്നുണ്ട്. സ്ഥിരീകരിക്കേണ്ടതുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ അടുത്ത ആണവ കേന്ദ്രം ഇന്നലെ നഥാൻസ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഫോർഡോ ആണ് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് ടെഹ്റാനിൽ നിന്ന്. മെറിൻ. അതെ വിജയകുമാർ, അതായത് നദാൻസ് എന്ന ആണവ കേന്ദ്രത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫോർഡോ എന്നൊരു ആണവ കേന്ദ്രം ലക്ഷ്യമിടുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പ്രധാനമായും നദാൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇറാൻ ആണവ പദ്ധതിയുടെ ഒരു കേന്ദ്രം തന്നെയാണ് നദാൻസ് കേന്ദ്രം, ആണവ കേന്ദ്രം. ഇത് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. മരുഭൂമിയിൽ 3 നിലകളായി സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. ഈ നദാൻസ് കേന്ദ്രം തകർക്കപ്പെട്ടതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല അതെങ്ങനെയാണ് അവർ ആക്രമണം നടത്തിയെന്നുള്ള വീഡിയോ ഇപ്പോൾ IDF പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ ഒരു ആഗോള ശത്രുവാണ്, അല്ലെങ്കിൽ ആഗോള തലത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇറാൻ ഒരു ആഗോള ഭീഷണി തന്നെയാണെന്നുള്ള വാദം നിരത്തി തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ. ഇതിനെതിരെ ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് ഇത്തരത്തിലൊരു പ്രതികാര നടപടികൾ തന്നെ ഒരുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും നീചമായ ഒരു തിരിച്ചടിക്ക് തന്നെ ഇസ്രായേൽ കരുതിയിരിക്കണമെന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയും അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെഷസ്കിയാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പ്രധാനമായും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം. ഇസ്രായേലിന്റെ UN അംബാസഡർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആക്രമണം ഒരു നെസസറി ആക്ഷൻ എന്ന് തന്നെയാണ്, അനിവാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്, അത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. നേരത്തെ തന്നെ ഈ ഞായറാഴ്ച അമേരിക്കയുമായുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആണവ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപരം അല്ലെങ്കിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. 13 കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഉന്നത സൈനിക മേധാവികളും അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞരും, പ്രധാനമായും അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന അലിം ഖാനി അടക്കമുള്ള നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഹൊസൈൻ സലേമി അടക്കമുള്ള നേതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഇറാൻ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നദാൻസ് എന്ന കേന്ദ്രമാണ് പ്രധാനമായും ഈ ഒരു ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത്. ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുന്നത് ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഷ്യം. എന്നാൽ ഇറാൻ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണ്, അത് തങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ
എന്ന ഒരു നിലപാടിൽ, എന്ന കടുത്ത നിലപാടിലാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ നീങ്ങുന്നു എന്ന് പറയാൻ സാധിക്കും. വിജയകുമാർ. യെസ്, മെറിൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ BBC നൽകുന്ന വിവരവും അതുതന്നെയാണ്. തുടർച്ചയായി ടെഹ്റാനിലും ടെഹ്റാന്റെ ചേർന്ന നഗരങ്ങളിലും സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്നാണ് BBC ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ തുടർച്ചയായി എയർ സൈറൺ മുഴങ്ങുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ പ്രതിരോധിച്ചു എന്നാണ് ഇറാൻ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് IRIB ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. വാർത്താ ഏജൻസിയാണ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാന്റെ വാർത്താ ഏജൻസി ഈ ആക്രമണ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. വെസ്റ്റ് ടെഹ്റാനിലാണ് ഈ പുതിയ ആക്രമണ പരമ്പരകൾ അല്ലെങ്കിൽ ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് എന്നാണ് അവർ അറിയിക്കുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും ഇത് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ടെഹ്റാനും ടെഹ്റാനോട് ചേർന്നുള്ള നഗരപ്രദേശങ്ങളിലും ചെറുനഗരങ്ങളിലും ഇപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. മിസൈൽ ആക്രമണം എന്ന വിവരമാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ന്യൂക്ലിയർ കേന്ദ്രങ്ങളാണ് അവരുടെ ആണവ കേന്ദ്രങ്ങൾ, പരീക്ഷണ കേന്ദ്രങ്ങളാണ്, ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ രാത്രിയിലും ലക്ഷ്യം വെക്കുന്നത് എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മെറിൻ, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകും എന്ന സൂചനകൾ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റുമായും മറ്റു വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും റഷ്യൻ പ്രസിഡന്റുമായും ഒക്കെ ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം സംസാരിച്ചു. ലോകരാജ്യങ്ങളോടൊക്കെ എന്താണ് ഇസ്രായേൽ അവരുടെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നു എന്നായിരുന്നു അതിനുശേഷം ഇസ്രായേൽ തന്നെ അറിയിച്ചത്. എന്താണ് ലോകത്തിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ? അത് ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്ന് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയോടും മറ്റു രാജ്യങ്ങളോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ ഇപ്പോൾ പിന്തുണയുമായി UAE അതേപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ആക്രമണത്തെ ഇവർ അപലപിക്കുന്നുമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ UN സെക്രട്ടറി ജനറലായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് പറയുന്നത് ഇത്തരത്തിൽ അല്ലെങ്കിൽ ആണവ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നത് തന്നെ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ്. അത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തങ്ങൾ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ്. അതായത് ഇറാൻ ഒരു ആഗോള ഭീഷണി തന്നെയാണ്. ഇറാനെതിരെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കാനാകില്ല. ഞങ്ങളുടെ ഈ ഒരു തുടക്കം മാത്രമാണ്. അതായത് ഇറാന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള ഈ ഒരു ആക്രമണം തങ്ങളുടെ ആക്രമണത്തിൻ്റെ ഒരു തുടക്കം മാത്രമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, അതായത് ആണവ ചർച്ചകളിൽ അല്ലെങ്കിൽ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കണം, ഒപ്പുവെച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് 60 ദിവസം ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് 60 ദിവസം ഞാൻ നൽകി, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സമയം ഞാൻ നൽകിയിട്ടുണ്ട്, അതിലടക്കം നിങ്ങളൊരു തീരുമാനമെടുക്കണം എന്ന് തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകൾക്കെല്ലാം നിലനിൽക്കുക തന്നെയാണ് ഇപ്പോൾ ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിരിക്കുന്നത്. ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണ് എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഈ ഒരു സംഘർഷത്തിൽ നിന്നും വിട്ടുനിൽക്കണം. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. മാത്രമല്ല, ജർമ്മൻ ചാൻസലറുമായിട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായും അദ്ദേഹം ടെലിഫോണിൽ സംഭാഷിച്ചു. ഈ ഒരു ഇസ്രായേൽ ഇറാൻ സംഘർഷം ആശങ്ക, പശ്ചിമേഷ്യൻ സംഘർഷ ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തങ്ങളുടെ നിലപാടുകൾ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനായിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ഒരു നീക്കം. എന്തായാലും ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതേസമയം ഈ രാത്രി വൈകിയും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. പ്രധാനമായും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം എന്ന് തന്നെയാണ് ആശങ്ക ഉയർത്തുന്നത്. ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് എന്നൊരു ആശങ്കയും അന്താരാഷ്ട്ര സമൂഹം പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ളൊരു ആവശ്യവും ശക്തമാണ്. വിജയകുമാർ. യെസ്, മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും വലിയ സ്ഫോടന ശബ്ദങ്ങൾ ടെഹ്റാനിലും ടെഹ്റാന്റെ പരിസര പ്രദേശങ്ങളിലും കേൾക്കുന്നുണ്ട് എന്നാണ് BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ
അണുവായുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ ആക്രമണം. ആ കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ നടക്കുന്നത്, അതിൻ്റെ മറ്റു വിവരങ്ങൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വരും. ഇന്ന് പുലർച്ചെ എന്താണ് ഇറാനിൽ നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. പിന്നാലെ 100-ലധികം ഡ്രോണുകളുമായി ഇസ്രായേലിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ചെയ്ത തെറ്റിന് ഇസ്രായേൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേലിൻ്റെ ഇറാനുള്ള മറുപടി. ദൗത്യം ഇനിയും നീളുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ തലസ്ഥാനം ടെഹ്റാനെ ലക്ഷ്യമിട്ട് പുലർച്ചെയാണ് ഇസ്രയേൽ ആക്രമണം. ആണവ കേന്ദ്രം, സൈനിക ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ എന്നിവരെ ലക്ഷ്യമിട്ട് 12 ഇടങ്ങളിൽ വ്യോമാക്രമണം. 200ഓളം യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ അഭിമാനമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമി, സായുധ സേനാ തലവൻ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി, സൈനിക തലസ്ഥാനത്തിന്റെ ചുമതലക്കാരൻ ഗുലാം അലി റാഷിദ് എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രധാന സൈനിക ഉദ്യോഗസ്ഥർ. IRGC തലവനായിരുന്ന ഖ്വാസിം സൊലൈമാനി കൊല്ലപ്പെട്ട ശേഷം ഇറാൻ നേരിട്ട വലിയ തിരിച്ചടിയാണിത്. IRGC തലവനായി മുഹമ്മദ് പാക്പൌറിനെയും സൈനിക മേധാവിയായി സയ്യിദ് അബ്ദുൾ റഹീം മൗസാവിയെയും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നിയമിച്ചു. റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ദൗത്യം ഇനിയും നീളുമെന്ന് ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. നഥാൽസിലെ ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നെന്നാണ് റിപ്പോർട്ട്. നിലയത്തിൽ നിന്ന് ആണവ ചോർച്ചയില്ലെന്നാണ് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരായ ഫരീദുൻ അബ്ബാസി, മെഹദി തെഹ്റാൻഷി എന്നിവരും കൊല്ലപ്പെട്ടു. ജനവാസ മേഖല ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണമെന്ന് ഇറാൻ ആരോപിച്ചു. ഇസ്രയേലിന് കഠിന ശിക്ഷ നൽകുമെന്നാണ് അയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇരു രാജ്യങ്ങളും വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിങ്ങനെയാണ്: യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ തൊടുത്തു എന്ന വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത് തടയാൻ ഞങ്ങളുടെ സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്ന് IDF പറയുന്നു. ജനങ്ങൾ സുരക്ഷിതരായി ഇരിക്കാൻ വേണ്ടി പ്രതിരോധ മാർഗങ്ങൾ പാലിക്കണം എന്ന് വെച്ചാൽ അവർ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് IDF ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമനിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഇസ്രായേലിൻ്റെ ടെറിട്ടറി ലക്ഷ്യമാക്കിയാണ് അത് വരുന്നത്. അത് പ്രതിരോധിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജെറുസലേമിൽ ഇപ്പോൾ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയൺ ഡോം ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് ഇസ്രായേലിൽ. അതിനെ ഉപയോഗിച്ച് ഈ മിസൈലുകളെ, റോക്കറ്റുകളെ ചെറുക്കാൻ കഴിയും എന്നാണ് IDF അറിയിക്കുന്നത്. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ അതിൻ്റെ പൗരന്മാർക്ക് നൽകുന്നുണ്ട്. യമനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി, അതിൻ്റെ ടെറിട്ടറിയെ ലക്ഷ്യമാക്കി റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തു എന്നാണ് അറിയിക്കുന്നത്. ഇതാണ് IDF അല്പസമയം മുമ്പ്, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പങ്കുവെച്ച ഒരു ചിത്രം. അതിൽ അവരെ ലക്ഷ്യമാക്കി വരുന്ന ഡ്രോണുകളുടെ ഒക്കെ വിവരങ്ങൾ ഇതിൽ ഉണ്ട്. അതിനെ പ്രതിരോധിക്കാൻ അയൺ ഡോം അവിടെ പ്രവർത്തന സജ്ജമാണ്. ജനങ്ങളോട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്ന് ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന വിവരമാണ് അവർ പൗരന്മാർക്ക് നൽകുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി യമനിൽ നിന്ന് തൊടുത്ത റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും അവരുടെ ആ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകുകയാണ് ഇസ്രായേൽ. അതിനെ പ്രതിരോധിക്കാൻ സജ്ജമാണ് എന്ന് പറയുന്നു. യമനിൽ നിന്ന് ഒരു മിസൈൽ അയച്ചു, അത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നും IDF ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഒരു മിസൈൽ വായുവിൽ വെച്ച് തന്നെ പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. IDF ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുന്നത് കൂടുതൽ മിസൈലുകളും റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളും ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ സജ്ജമാണ്. ജനങ്ങൾ മുൻകരുതൽ നടപടികൾ എന്ന് വെച്ചാൽ ഇസ്രായേൽ അതിൻ്റെ പൗരന്മാർക്ക് നേരത്തെ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, അവിടെ ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ ഇന്നലത്തെ ഇറാന് നൽകിയ ഇറാനുമായുള്ള ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ആ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ മുൻകരുതൽ നടപടികൾ, മുന്നറിയിപ്പ് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഇപ്പോൾ
IDF അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ പല നഗരങ്ങളിലും ഈ അലാറം മുഴങ്ങുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അവിടുത്തെ പൗരന്മാരോട്. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. അറബിക്കടലിൽ കത്തിയ ചരക്കു കപ്പൽ വാൻഹായ് 503 നാവികസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. കപ്പലിനെ ഇരുമ്പ് വടവുമായി ബന്ധിപ്പിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ കപ്പലിനെ അടുത്ത ദിവസം പുറംകടലിലേക്ക് വലിച്ചുകൊണ്ടു പോകും. കപ്പൽ ചാലിന് പുറത്ത് സുരക്ഷിതമായി കപ്പലിനെ മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, നാവികസേന അറിയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിനെ പുറംകടലിലേക്ക് മാറ്റി അപകടം ഒഴിവാക്കാനായിരിക്കും ഇനി നാവികസേന ശ്രമിക്കുക, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ വാൻഹായ് 503 എന്ന കപ്പലിനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമാണ്. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ദൗത്യം. അതായത് ഒഴുകി നടന്ന ആ കപ്പലിനെ ഇരുമ്പ് വടം ഉപയോഗിച്ച് മറ്റൊരു കപ്പലുമായി ബന്ധിപ്പിക്കുക. ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ആ ദൗത്യത്തിന്റെ ചിത്രങ്ങളും നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. ഹെലികോപ്റ്ററിലെത്തുന്ന ദൗത്യ സംഘം, സാൽവേജ് ടീം, അവർ ആ കപ്പലിലേക്ക് ഇറങ്ങുകയും അതിനെ അവിടെ നിന്ന് ഇരുമ്പ് വടം കൊണ്ട് കപ്പലിനെ മറ്റൊരു കപ്പലിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഈ ചരക്ക് കപ്പലിനെ പുറംകടലിന് പുറത്തേക്ക് കാലാവസ്ഥ അനുകൂലമായാൽ വളരെ വേഗത്തിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് പുറത്തുകൂടി സുരക്ഷിത പാതയിലൂടെ മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവിടെ എത്തിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. അതോടെ തീരത്തുയരുന്ന ഭീഷണിക്ക് കൂടി അവസാനമാകും, നിലവിലുള്ള ഭീഷണിക്ക് കൂടി അവസാനമാകും. പിന്നീടുള്ള പാരിസ്ഥിതിക ഭീഷണികൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കപ്പലിനെ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. നാവികസേന, കോസ്റ്റ് ഗാർഡും ഒക്കെ പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇതാണ്. കപ്പലിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പൽ ചാലിന് പുറത്ത് സുരക്ഷിതമായി അതിനെ മംഗ്ലൂർ ഭാഗത്തേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. അത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തന്നെ അത് നടക്കും. ശ്യാം, ഒരു കാര്യം കൂടി, കാലാവസ്ഥ അനുകൂലമെന്ന് പറയുമ്പോൾ എന്താണ് ഈ ദിവസങ്ങളിലെ സാഹചര്യം എന്ന് നമുക്കറിയില്ല. കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കപ്പൽ തീപിടിച്ച പ്രദേശത്ത് പെയ്തു എന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ നിലയിൽ നാളെ തന്നെ ഈ കപ്പലിനെ മാറ്റാൻ കഴിയുമെന്നാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും കരുതുന്നത്, അല്ലേ? കാലാവസ്ഥ ഇനിയും മോശമായില്ല എങ്കിൽ അങ്ങനെ കരുതാം, അല്ലേ? വിജയകുമാർ, 24 മണിക്കൂറും നീളുന്ന ദൗത്യം തന്നെയാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ ഈ കപ്പലിനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളുടെ രക്ഷാസേനകൾക്കും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉള്ളത്. ഏതായാലും അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നേവിയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ നിലവിലെ കാലാവസ്ഥയിൽ അത് അനുകൂലമാണെങ്കിൽ വളരെ വേഗത്തിൽ അതിനെ അന്താരാഷ്ട്ര കപ്പൽച്ചാലുകൾക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ദൗത്യമാണ് ആദ്യം നിർവഹിക്കാനുള്ളത്. കാരണം മറ്റ് കപ്പലുകൾക്ക് ഭീഷണിയാകാത്ത സാഹചര്യം ഉണ്ടാക്കണം. അതിനുശേഷം അതിനെ സമാന്തര പാതയിലൂടെ മാംഗ്ലൂരിലേക്ക് മാറ്റും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ദൗത്യം വളരെ വേഗത്തിൽ ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കും വെച്ചുകൊടുക്കാൻ സാധിക്കുക. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നേവി ഔദ്യോഗികമായി പങ്കുവെക്കും വരെ. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കപ്പൽ ചാലിന് പുറത്ത് സുരക്ഷിതമായി അതിനെ മംഗളൂർ ഭാഗത്തേക്ക് മാറ്റാനാണ് തീരുമാനം. പുറംകടലിലേക്ക് അതിനെ വലിച്ചുകൊണ്ടുപോകും. ഇപ്പോഴത്തെ നിലയിൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത് ഒരുപക്ഷെ നാളെ തന്നെ ആ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നാവികസേന പ്രതീക്ഷിക്കുന്ന. ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ശ്യാംകുമാർ പങ്കുവച്ചത്. മറ്റൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കെനിയയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബസ് അപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈകിട്ടോടെയായിരിക്കും മൃതദേഹം കൊണ്ടുവരുന്നത്. തുടർന്ന് ബന്ധുക്കൾക്ക് അത് വിട്ടു നൽകുകയും ചെയ്യും. നാളെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കും. അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹങ്ങളാണ് നാളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്തിന് സമീപം കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് ദാരുണാന്ത്യം. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീതയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനുവിനും പരിക്കേറ്റു. പീരുമേട് തോട്ടാപ്പുര ഭാഗത്ത് താമസിച്ചിരുന്ന സീതയും ഭർത്താവും 2 കുട്ടികളും ഉച്ചയോടെയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയത്. ജനവാസ മേഖലയിൽ നിന്ന് 2 കിലോമീറ്റർ ഉൾവനത്തിൽ കാട്ടാന സീതയെയും ഭർത്താവ് ബിനുവിനെയും ആക്രമിച്ചു. ആനയുടെ ചവിട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ നിലത്തുകിടന്ന സീതയെ ഭർത്താവ് ബിനുവും മക്കളും വനത്തിലൂടെ ചുമന്നാണ് പുറത്തെത്തിച്ചത്.
തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവളെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത അന്നപ്പോൾ എന്നെ എടുത്ത് ചവിട്ടിയാണ് എങ്ങനെയൊന്നും അറിയാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. എന്നെ തട്ടി എറിഞ്ഞു കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞ് അവളുടെ അടുത്തോട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു പോയത്. കാട്ടാനാക്രമണത്തിൽ CPIഎമ്മും യൂത്ത് കോൺഗ്രസും പീരുമേട്ടിൽ പ്രതിഷേധിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥ, ഉത്തരവാദിത്വമില്ലായ്മ, ഈ കാട്ടാനകളെ തുരത്തുന്നതിലും വന്യമൃഗങ്ങളുടെ ശല്യം ജനവാസ മേഖലയിലേക്ക് വരുന്നത് ഒഴിവാക്കുന്നതിലും ഉദ്യോഗസ്ഥന്മാർ കടുത്ത അനാസ്ഥ കാണിക്കുന്നുണ്ട്. ആ അനാസ്ഥയുടെ ഫലമാണ് ഇപ്പോൾ സീത എന്ന് പറയുന്ന പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. സീതയുടെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കൈമാറി. സീതയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. പരിക്കേറ്റ ബിനുവിനെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 24 ഇടുക്കി. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിനെതിരെയാണ് കോടതിയുടെ വിമർശനം. വായ്പ എഴുതിത്തള്ളാൻ സർക്കാരിന് നടപടി സ്വീകരിക്കാനാകുമെന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണെന്ന് പറയേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വായ്പ അടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നത്. വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനെതിരെയാണ് കോടതി കടുത്ത ഭാഷയിൽ അതൃപ്തി ഉന്നയിച്ചത്. വായ്പ എഴുതിത്തള്ളുന്നതിൽ സർക്കാരിന് നടപടി സ്വീകരിക്കാനാകും, അതിന് സാധിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണെന്ന് പറയേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ പറ്റില്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നും കോടതി വിമർശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയല്ല കേന്ദ്ര സർക്കാരാണ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. കോടതിയുടെ അതിരൂക്ഷ വിമർശനമുണ്ടായതോടെ വിഷയത്തിൽ നിലപാടറിയിക്കാമെന്ന് കേന്ദ്രം കോടതിക്ക് ഉറപ്പ് നൽകി. ദുരന്ത നിവാരണ നിയമത്തിൽ ചട്ടമില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരം പ്രയോജനപ്പെടുത്തണമെന്ന മുന്നറിയിപ്പും കോടതി നൽകി. ഉരുൾപൊട്ടലുണ്ടായി നാളുകൾ കഴിഞ്ഞിട്ടും ദുരന്തബാധിതരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. 24 കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും അവധിയാണ്. കാസർഗോഡ് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ 2 ദിവസത്തേക്ക് അടച്ചു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.